നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഓടിമറയുന്നവരെ നോക്കി നിന്നു നാഥ്. ചേട്ടനാരെയെ നോക്കുന്നേ, ബദ്രിയാണോ അതോ തുളസിയെയോ? പുറകിൽ കേട്ട ശോഭനയുടെ സ്വരത്തിൽ നാഥ് തിരിഞ്ഞു നോക്കി. ഞാൻ കിടക്കായിരുന്നു. പെട്ടെന്ന് ഒറ്റക്കാരോ ഡാൻസ് ചെയ്യുന്ന ശബ്ദം കേട്ടു. നോക്കുമ്പോൾ ആ ദാവണി എടുത്ത കുട്ടി ഇതിനുള്ളിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നു. എന്നെ കണ്ടത് എന്തോ അത് വല്ലാതെ ഭയന്ന പോലെ ഓടിക്കളഞ്ഞു. ഭദ്ര ഓടിപ്പോയ വഴി നോക്കിയാണ് നാഥ് അത് പറഞ്ഞത്. ശോഭന ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അതിൽ അത്ഭുതമൊന്നും വേണ്ട, ദേ അങ്ങോട്ട് നോക്കിയേ. ദൂരേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശോഭന പറഞ്ഞു. നാഥ് അങ്ങോട്ടേക്ക് നോക്കി. അങ്ങ് ദൂരെ ഒരു ഓടുഭാഗ്യ വീട് കാണുന്നില്ലേ? ശോഭന ചൂണ്ടിയെടുത്തേക്ക് നാഥ് വീണ്ടും നോക്കി. അതെ, ആകാശമുട്ട എന്തോ ഒന്ന് കാണുന്നുണ്ട്. ഇവിടെ നിന്നാൽ അത് വ്യക്തമല്ല. അത് വീടാണോ? അവിടേക്ക് നോക്കിക്കൊണ്ട് നാഥ് ചോദിച്ചു. വീടെന്ന് ഞാൻ വെറുതെ പറഞ്ഞ, ആ വീടല്ല, ഒരു പഴയ മനയാ, ഒരു പടുകൂറ്റൻ മന, മേലാറ്റൂർ മന. അവിടുത്തെ ഏറ്റവും ഇളയ കുട്ടിയാ ഈ ഭദ്ര. ഓ, ഇവിടെ മനയൊക്കെ ഉണ്ടോ? മേലാറ്റൂർ മന കൊള്ളാം, പക്ഷെ അത്ര കേൾവി കേട്ട മനയൊന്നുമല്ലാന്ന് തോന്നുന്നു. വീണ്ടും അവിടേക്ക് തന്നെ നോക്കിയൊരു ചിരിയോടെയാണ് നാഥ് പറയുന്നത്. പാവം, തന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടാതെ ശിഷ്ടകാലം താൻ അവിടെ തളക്കപ്പെടുമെന്നറിയാതെ. പണ്ടൊക്കെ കേൾവി കേട്ടിരുന്നു, ഇപ്പൊ കേൾവി കേൾക്കില്ല. കാരണം ഇപ്പോഴും അവിടെയുള്ള ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നവരാ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ആരുമായിട്ട് അധികം അടുക്കാൻ പോവാറില്ല അവിടുത്തുകാർ. ഭദ്രയുടെ അച്ഛനും അമ്മയും ചേട്ടനും, പിന്നെ അയാളുടെ ഭാര്യയുടെ 5 വയസ്സുള്ള മകനും, പിന്നെ വാലിക്കാരി തുളസിയും ഒരു കാര്യസ്ഥനും. ഇവരൊക്കെ അവിടെ താമസം. അസുഖം വന്നാൽ കൂടി മരുന്നിന് പകരം മന്ത്രവാദം ചെയ്യുന്ന ടീംസാ. ഞാൻ അവിടേക്ക് പോവാറില്ല. പിന്നെ ഭദ്രയുടെ ഏട്ടൻ ശശിധരൻ പ്രേമേട്ടൻ്റെ സുഹൃത്താ. അതും ഈ അടുത്തിടെയുള്ള ബന്ധാ. കാശിന് അത്യാവശ്യം വന്നാൽ ശശിധരൻ ഓടി വരിക ഇവിടേക്കാ. ഇല്ലായിട്ടല്ല കേട്ടോ, ഭദ്രയുടെ അച്ഛൻ കുറച്ച് കണിശക്കാരനാ. കയ്യിൽ പൂത്ത കാശ, പക്ഷെ പുറത്തിറക്കില്ല. പ്രേമേട്ടൻ പറഞ്ഞില്ലേ ഇവിടുത്തെ എൻ്റെ കൂട്ടുകാരെ പറ്റി, അത് ഈ ഭദ്രയെ അവിടുത്തെ വാലിക്കാരി തുളസിയൊക്കെയാ. എല്ലാം കേട്ട് മനസ്സിലാക്കും തോറും 100 കൂട്ടം സംശയങ്ങൾ മാത്രം ബാക്കിയായി നാഥിൽ. ആ കുട്ടി അവൾ എന്തിനായിരിക്കും കൊണ്ട് ഓടിയത്? അതൊരു പാവം കുട്ടിയാ. അവിടുത്തെ പെൺകുട്ടികളൊക്കെ തളച്ചിരും പോലെയാണ് വളർത്തുന്നത്. ഭദ്രയുടെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. ഭദ്ര ആ കുട്ടി നന്നായിട്ട് പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും അവിടെ ഉള്ളവർക്ക് പിടിക്കില്ല, പ്രത്യേകിച്ച് അതിൻ്റെ അച്ഛനും ചേട്ടനും. ആരുമില്ലാത്ത തക്ക നോക്കിയും അവർക്ക് ഉച്ചേർക്കത്തിലായിരിക്കുമ്പോഴൊക്കെ അത് ഓടി ഇവിടെ വരും. തുളസിയെ പുറത്ത് കാവൽ നിർത്തിയിട്ടാ അവൾ പഠിക്കുന്നത്. നൃത്തം പഠിപ്പിക്കാൻ വരുന്ന മാഷിന് വലിയ കാര്യമാണ് കുട്ടിയോട്. ശശിധരന്റെ ഭാര്യ ആ പാവം മാഷിനെ വെച്ചുവരെ ഇല്ലാക്കാതെ ഉണ്ടാക്കി ഭദ്രയെ അപമാനിക്കും. മേലാറ്റൂർ മന ഒരു കഥ പോലെ നാഥിന് പറഞ്ഞു കൊടുത്തു ശോഭന. എല്ലാം കേട്ടുന്ന ശിവനും ഈ കഥകളിൽ വല്ലാത്ത കൗതുകം തോന്നി. സ്കൂളിൽ നിന്ന് പ്രേമം വന്നപ്പോഴും ഭദ്രയെ കണ്ടതും അവൾ ഓടി വിളിച്ചതൊക്കെ അന്നത്തെ രാത്രി അവർക്കിടയിൽ ചർച്ചാ വിഷയമായി. ഒപ്പം വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും തങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞ് ശോഭനയും പ്രേമം സങ്കടപ്പെട്ടു. അടുത്ത 2 ദിവസങ്ങളിൽ ഭദ്ര ഡാൻസിന് വന്നിരുന്നില്ല. നാഥ് പുറത്തേക്കൊന്നും പോയിരുന്നുമില്ല. എങ്കിൽ പോലും പരസ്പരമുള്ള ആ കൂടിക്കാഴ്ച ഇരുവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഉത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഉത്സവപ്പറമ്പിലും ക്ഷേത്രത്തിലുമൊക്കെയായി കറങ്ങി നടന്നു നാഥനും ശിവനും. ഷർട്ടും പാന്റും ഷൂ ഒക്കെ ധരിച്ച 2 പുരുഷന്മാർ നാട്ടുകാർക്കിടയിൽ കൗതുകമായി മാറി. അതിൽ വെള്ളാരം കണ്ടുള്ള സുന്ദരൻ നാട്ടിലെ പല പെൺകുട്ടികളുടെയും മനം കവർന്നു. ഒരു ദിവസം ക്യാമറയുമായി നാഥ് നടക്കാനിറങ്ങി. സന്ധ്യ മയങ്ങിയ സമയം പ്രേമന്റെ വീടിന്റെ പുറകുവശത്തുള്ള വഴിയെ അല്പദൂരം നടന്നതും നാഥിന്റെ മുന്നിൽ മേലാറ്റൂർ മന അല്പാൽപമായി വെളിവായി തുടങ്ങി. പടുകൂറ്റൻ മനയുടെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് നടന്നു. പെട്ടെന്നാണ് നാസികയിലേക്ക് ഒരു സുഗന്ധം തുളഞ്ഞു കയറിയത്. സ്വതവേ പൂക്കളുടെ വാസന ഇഷ്ടപ്പെട്ടിരുന്ന നാഥിന് ഈ വാസന ഏത് പൂവിൻ്റെതാണെന്ന് മനസ്സിലായില്ല. പെട്ടെന്നാണ് നിറയെ പൂക്കളുള്ള പാലമരം അവന്റെ കണ്ണിലുടക്കിയത്. അതിനടുത്തേക്ക് പോയൊരു പൂവെടുത്തെടുത്ത് മണത്തതും ആ വാസനയിൽ അവന്റെ വെള്ളാരം കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറന്ന നിമിഷം കാണുന്നത് കാവിൽ വിളക്ക് തെളിയിക്കുന്ന ഒരു സുന്ദരി പെണ്ണിനെയാണ്. ചുവന്ന ദാവണി ചുറ്റിയോടെ കുളിപ്പിന്നൽ കെട്ടി നിവർത്തിയിട്ട നിതമ്മ കവിഞ്ഞു കിടക്കുന്ന മുടിയിലേക്ക് സർവ്വം നോക്കി നിന്നുപോയി നാഥ്. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി അവൾ നാഗദൈവങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ദൃശ്യം അവൻ തന്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയ നിമിഷം ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടി ചുറ്റിലും നോക്കി. ആ ഒറ്റ നോട്ടത്തിൽ നാഥിന്റെ ശ്വാസം വിളങ്ങി. അതിസുന്ദരിയായ ഒരു പെണ്ണ്, ഭദ്ര. അവന്റെ ചുണ്ടും നാവും അറിയാതെ അവളുടെ പേര് ചൊല്ലി. അവൾ അറിയാതെ അവളുടെ ഫോട്ടോകൾ അവനൊരു പുഞ്ചിരിയോടെ ക്യാമറയിൽ പകർത്തി. പിന്നീടുള്ള 2-3 ദിവസങ്ങളിൽ നാഥ് ഈ പരിപാടി ഒരു ശീലമാക്കി. ഓരോ പ്രാവശ്യം അവളെ കാണുമ്പോഴും അവനൊരു പിടി പാലപ്പൂക്കൾ അവൾക്ക് നേരെ എറിഞ്ഞിരുന്നു. പാലപ്പൂക്കൾ ദേഹത്ത് വീഴുമ്പോഴത്രയും അവൾ പാവാടകൾക്ക് ഉയർത്തിപ്പിടിച്ച് ഓടുമായിരുന്നു. ആ കാഴ്ച ഒരു കുറുമ്പോടെ നോക്കി നിൽക്കുമായിരുന്നു നാഥ്. അതിനപ്പുറമൊന്നും അവൾ ചിന്തിച്ചതുമില്ല. ഒരു ദിവസം ഭദ്ര ഓടിക്കതച്ച് വരുന്ന കണ്ട കൽപ്പന അവളെ പിടിച്ചു നിർത്തി. ഭദ്രേ, കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. ഈ ത്രിസന്ധ്യ നേരത്തെ കാവിനടുത്ത് നീ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്ന എന്തിനാ? ഏടത്തി കുറച്ച് ദിവസമായി കാവിൽ തൊഴു നിൽക്കുന്ന നേരത്തെ എന്നും എൻ്റെ മേലേക്ക് പാലപ്പൂക്കൾ വന്ന് വീഴാറുണ്ട്. എനിക്കെന്തോ ഒരു പേടി.
ഭദ്ര പറഞ്ഞു കഴിഞ്ഞില്ല. അതിനു മുന്നേ തപ്പി തടഞ്ഞുകൊണ്ട് സരോജിനി അവിടേക്ക് വന്നിരുന്നു. അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാർഗവൻ നായരും. ഞാൻ എന്നും ഈ കുട്ടിയോട് പറയണ കാര്യാ, ത്രിസന്ധ്യ നേരത്തെ ഒറ്റയ്ക്ക് അധിക സമയം കാവിൽ നിൽക്കരുതെന്ന്. കേൾക്കില്ലാന്ന് വെച്ചാ എന്താ ചെയ്യാ? നല്ല പാലപ്പൂവാസന വരുന്നുണ്ടല്ലോ. കൽപ്പനയെ ഈ കുട്ടി അകത്തേക്ക് കൊണ്ടുപോക്കോ. എൻ്റെ നാഗത്താമാരെ, കുട്ടിയുടെ കൂടെ ഗന്ധർവം വന്നു എന്നാ തോന്നണേ. ഭദ്ര ഭയത്താൽ ചുറ്റും നോക്കി. കൽപ്പനയുടെ മുഖത്തൊരു പുച്ഛഭാവമാണ്. സരോജിനി അനുസരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് മാത്രം കൽപ്പന ഭദ്രയെ കൂട്ടി അകത്തേക്ക് പോയി. അകത്തേക്ക് കടന്നതും കൽപ്പനയുടെ കോള് മാറി. ഓ, നീ ഒരു ഭൂലോകരമ്പ. ഗന്ധർവം വന്നു പോലും. നിന്നെ കണ്ടേച്ചാലും മതി. നിന്റെ തള്ളക്ക് ഭ്രാന്ത. കിഴവിക്ക് കണ്ണും കണ്ടുകൂടാ, തലക്കും വെളിവില്ല. കൽപ്പനേ, ഇത്രയിടം വരെ ഒന്ന് വരിക. വീണ്ടും കേട്ടു സരോജിനിയുടെ വിളി. എന്തോ ദേ വരണു. ബഹുമാനത്തോടെ തന്നെ കൽപ്പന ഉറക്കി വിളി കേട്ടു. എന്നിട്ട് ഭദ്രയുടെ നേരെ തിരിഞ്ഞവൾ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ആ തള്ളയുടെ ചെവിയിൽ ഓതിയാ. നീ നൃത്തം പഠിക്കാൻ പോകുന്ന വിവരം ഞാൻ ശശിയോട് പറയും. നോയിക്കോ. എനിക്കറിയാം ശശിയേട്ടൻ വിലക്കിയിട്ടൊന്നും നീ പാത്തും പതുങ്ങി ആ മാഷിനെ കാണാൻ പോകുന്നു. അവനെ കാണാതെയും കുഴഞ്ഞാടാതെയും നിനക്ക് പറ്റില്ലല്ലോ. ശശിയേട്ടനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ നിന്നെ വെച്ചേക്കില്ല, അറിയാലോ. അതും പറഞ്ഞ് കൽപ്പന വീണ്ടും സരോജിനിക്കടുത്തേക്ക് ഓടി. പലപ്പോഴായി കൽപ്പനയെടുത്തി ഈ കാര്യം പറഞ്ഞ് തന്നെ അടിച്ചമർത്താറുള്ള സങ്കടത്തോടെ ഭദ്ര ഓർത്തു. ഉറങ്ങാൻ നേരം തന്റെ മുറി ലക്ഷ്യമാക്കി ഗോവണി കയറി ഭദ്ര. ഗോവണി കയറുമ്പോഴും അവളുടെ മനസ്സിൽ ഗന്ധർവൻ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ മുറിയിൽ എത്തിയിട്ടും ഗന്ധർവനെ ഓർത്തുള്ള ഭയത്തിൽ വിറച്ചുകൊണ്ട് പുതപ്പിനുള്ളിൽ ഒതുങ്ങിക്കൂടി അവൾ. നാഥിന്റെ ഒളിച്ചുകളിൽ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഭദ്രയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ നാഥ് തീരുമാനിച്ചു. പാലപ്പൂക്കൾ ഇറുത്തെടുത്ത് അവൻ അവളെ ലക്ഷ്യമാക്കി അന്നും എറിഞ്ഞു. അവളൊരു ഞെട്ടിലോടെ ചുറ്റും നോക്കി. പാലപ്പൂ കണ്ടതും ഭദ്ര എപ്പോഴത്തെയും പോലെ പാലമരച്ചോട്ടിലേക്ക് മെല്ലെ കണ്ണുകളുയർത്തി നോക്കിയ നിമിഷം കാണുന്നത് പാലമരത്തിൽ ചാരി നെഞ്ചിനെ കൈപ്പിണച്ച് കിട്ടിയൊരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നാഥിനെയാണ്. ആ മാത്രയിൽ ഭദ്രയുടെ ബോധം പോയി. നിലത്ത് കുഴഞ്ഞു വീണവൾക്കടുത്തേക്ക് നാഥ് ഒരു പിടപ്പോടെ ഓടിയെത്തി. നിലത്തായി തന്നെ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് ഭദ്രയുടെ തല തന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് അവളെ കുലുക്കി വിളിച്ചു നാഥ്. ഭദ്ര, ഏയ് കണ്ണൂർക്ക് ഭദ്ര. അവസാനം കണ്ണുകൾ ചിമ്മി തുറന്നു അവൾ. മുന്നിൽ കാണുന്ന വെള്ളാരം കണ്ണുകൾ കാണെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നതറിയേ അവളുടെ കവിളിൽ തന്റെ വലതുകരം ചേർത്തു വെച്ചു നാഥ്. അറിയോ? ഓക്കെ. ഗന്ധർവ, എന്നെ ഒന്ന് ചെയ്യല്ലേ. ഞാൻ പാവ. വാട്ട്? ഭദ്ര പിറുപിറുക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നാഥ് സംശയത്തോടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു പോയി. ആര്? ഗന്ധർവനോ? നീ എന്തായി പറയുന്നത്? ഭദ്ര കണ്ണു തിരുമ്പി ഒരിക്കൽ കൂടിയെന്ന് നോക്കി. അല്ല, അപ്പൊ നിങ്ങൾ ഗന്ധർവനല്ലേ? ഓ ഗോഡ്, ഞാൻ ഗന്ധർവൻ? ആ കൊലച്ചിരി കേട്ട് ഭദ്രാവിന്റെ മടിയിൽ നിന്ന് ചാടിത്തുള്ളി എഴുന്നേറ്റു. അപ്പോഴാണ് കക്ഷി നാഥന് നേരെ ചൊവ്വെ കാണുന്നത്. പാന്റും ഷർട്ടും ധരിച്ച ഗന്ധർവനോ? അവൾ സ്വയം ചോദിച്ചു പോയി. അപ്പൊ നിങ്ങൾ ആരാ? പെൺകുട്ടികൾ എന്തിനെങ്ങനെ ഒളിഞ്ഞു നോക്കണേ? അപ്പൊ ഈ കുരുത്തിക്കേട് ഒപ്പിച്ചിരുന്നത് നിങ്ങളാണല്ലേ? എന്തിനാ എന്റെ മേത്തേക്ക് പാലപ്പൂക്കൾ എറിഞ്ഞ്? ധൈര്യം സംഭരിച്ചുകൊണ്ട് നാഥിന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു അവൾ. ആഹാ, ഭദ്രക്കുട്ടി ഭദ്രകളിയായല്ലോ. ഞാൻ ആരാവട്ടെ? നിങ്ങൾ ആരാ? ഭദ്ര വിടാനുള്ള ലക്ഷണമില്ലെന്ന് കാണെ തന്റെ മീശയും താടി ഒരുമിച്ച് തടവി നാഥ് പറഞ്ഞു. തൽക്കാലം മേലാറ്റൂർ മനയിലെ ഭദ്ര തമ്പുരാട്ടി അത് അറിയണ്ട. തലയുറ്റി വീണ് കണ്ടപ്പോ ഒന്ന് രക്ഷിച്ചേക്കാന്ന് കരുതിയപ്പോ തലയിൽ കയറുന്നു. അതും പറഞ്ഞ് നാഥ് വന്ന വഴിയെ തന്നെ തിരിഞ്ഞു നോക്കാൻ നടന്നുപോയി. കുഞ്ഞേ! ഭദ്ര ഞെട്ടി തിരിഞ്ഞു നോക്കി. തുളസിയാണ്. ശോഭന ടീച്ചറുടെ വീട്ടിൽ ഒരു പടം പിടുത്തക്കാരൻ വരുത്തം വന്നെന്ന് അറിഞ്ഞു. ആ പോയത് അയാളാ. അങ്ങനെ പലരും വന്നും പോവും. നമ്മളൊന്നും നോക്കി അന്വേഷിക്കാൻ വേണ്ട. അകത്തേക്ക് പൊക്കോ. തുളസിക്ക് എന്താ? ഞാൻ എന്ത് ചെയ്തുന്നാ? കണ്ടപ്പോ വെറുതെ ചോദിച്ചു, അത്ര തന്നെ. ഇനിയിപ്പോ അമ്മയോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ആവശ്യത്തിന് മാഷിന്റെ പേരും പറഞ്ഞ് പഴി കേൾക്കുന്നുണ്ട് ഞാൻ. ഭദ്രമുഖം കോട്ടി നടന്നു പോകുമ്പോൾ തുളസിയും മിണ്ടാതെ പുറകെ പോയി. 2 ദിവസം അങ്ങനെ കടന്നുപോയി. ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴും ശോഭന ടീച്ചറെ കാണാൻ പോകുമ്പോഴും ഒക്കെ നാഥിന്റെ മുഖം അവൾക്കൊരു പതിവ് കാഴ്ചയായി. ഒന്നും മിണ്ടാതെ നെഞ്ചിൽ കൈപ്പിണച്ച് കെട്ടി വെറുതെ ചാരി നിന്ന് തന്നെ നോക്കുന്ന ഒരുവൻ. അവനെ ആ നോട്ടവും ചെറു പുഞ്ചിരിയുമെല്ലാം ഭദ്രക്ക് കൗതുകമായി. അതിലുപരി അവനെ കാണുമ്പോൾ മാത്രം ഉയർന്നു മിടിക്കുന്ന തന്റെ ഹൃദയതാളത്തെ വരുതിയിലാക്കാൻ കഴിയാതെ അവൾ ഉയറി. അവനൊന്ന് നോട്ടം മാറ്റിയിരുന്നെങ്കിൽ തനിക്കുമൊന്ന് കണ്ണിറയെ കണ്ട് ആസ്വദിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങൾ. കാവിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അവൻ പാലമരച്ചോട്ടിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിപ്പോയി അവൾ. പക്ഷെ ആ സമ്പത്തിന് ശേഷം അവിടെ മാത്രം അവൻ വന്നിരുന്നില്ല. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ശോഭന ടീച്ചറുടെ വീട്ടിലേക്ക് അവൾ വെറുതെ പോയതാണ്. ശോഭന മാത്രമേ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശോഭന ടീച്ചറെ, ഇന്നും മാഷ് വന്നില്ലേ? ആ, ഭദ്രയോ? ഉത്സവം തുടങ്ങാൻ പോവല്ലേ? കുട്ടികളുടെ നൃത്തമൊക്കെ ഉണ്ട്. ഇനിയിപ്പോ പ്രാക്ടീസൊക്കെ ആയിട്ട് കുട്ടികൾ തളരും. അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് കുട്ടികളോട് വരണ്ടാന്ന് ഞാൻ തന്നെയാ പറഞ്ഞു. അപ്പൊ മാഷും വരില്ല. താൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ചുറ്റിലും എന്തോ തേടുന്ന പോലെ കണ്ണുകൾ പായിക്കുന്ന ഭദ്രയെ ഒരു സംശയത്തോടെ ശോഭന നോക്കിപ്പോയി. നീ ആരെയും നോക്കുന്നേ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ശോഭനയ്ക്ക്. ശോഭന ചോദിച്ചും ഭദ്ര പെട്ടെന്നൊന്ന് പരിങ്ങി. ഏയ്, ആരെയില്ലല്ലോ. ഞാൻ പോട്ടെ, എഴുത്തി തിരക്കും. തുളസിയെ ഒപ്പം കൂട്ടാൻ മറന്നു ഞാൻ.
കള്ളമാണ്. തുളസിയെ താൻ മനഃപൂർവ്വം ഒഴിവാക്കിയത് തന്നെയാണ്. പറഞ്ഞ ശേഷം തിരിഞ്ഞോടുന്നവളെ നോക്കി ശോഭന ചിരിച്ചുകൊണ്ട് തന്റെ പണികളിലേക്ക് തിരിഞ്ഞു. ശോഭനയുടെ വീട്ടിൽ നിന്നിറങ്ങി ഓടിയവൾ പിന്നാമ്പുറത്തുകൂടി കാവിലേക്ക് ചെന്നിറങ്ങുന്ന വഴിയാണ് ഓടിയത്. കാരണം തറവാടിന്റെ പടിപ്പുര വഴി കയറി ചെന്നാൽ താൻ എവിടെ പോയി എന്നുള്ളതിന് സമാധാനം പറയേണ്ടി വരും. വേഗത്തിൽ ഓടിയവൾ ശക്തമായ നിലവ് ചെന്ന് ഇടിച്ചു. പെട്ടെന്ന് ഭദ്രയുടെ ഇടയിൽ ഇടികിട്ടിയവൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. രണ്ടും കൂടി നിലത്തേക്ക് വീണ് ഒന്നിന്മേലൊന്നായി ഉരുളാൻ തുടങ്ങി. കുത്തനെയുള്ള ഇറക്കത്തിൽ കരിയിലകളെ വഹിച്ചുകൊണ്ട് ഇരുടലുകളും ഒന്നായി ഉരുണ്ടു. അവസാനം പാലമരത്തിലേക്ക് ശക്തിയിൽ ഇടിച്ച് നിന്നു. തൽപരമായി പാലച്ചെടി അവർക്ക് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി. കണ്ണുകൾ ചിമ്മി തുറന്ന ഭദ്ര കാണുന്നത് തന്റെ ചുണ്ടിൽ മുട്ടി നിൽക്കുന്ന രുദ്രാക്ഷമാലയിൽ കോർത്ത ത്രിശൂല ലോക്കറ്റാണ്. പതിയെ അവളുടെ കണ്ണുകൾ മുകളിലേക്ക് സഞ്ചരിച്ചതും കണ്ടു. രണ്ട് വെള്ളാരം കണ്ണുകൾ തന്റെ കണ്ണുകളെ കൊത്തി വലിക്കുന്നത്. ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൾ പിടഞ്ഞതും നാഥ് പെട്ടെന്ന് അവൾക്ക് മുകളിൽ നിന്ന് എഴുന്നേറ്റു മാറി. ഒപ്പം അവൾ എഴുന്നേറ്റു. ദേഹത്തുള്ള പൊടിയും മറ്റും ഭദ്ര കൈകൾ കൊണ്ട് വേഗത്തിൽ തട്ടിക്കളയുമ്പോഴും ഒരു പിടപ്പോടെ കാവിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവളിലെ ഭയം നേരിൽ കണ്ടുകൊണ്ട് നാഥ് അങ്ങനെ തന്നെ നോക്കി നിന്നു. ശേഷം പതിയെ നടന്നു ചെന്ന് അവളുടെ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയിലകളും പാലപ്പൂക്കളും ശ്രദ്ധയോടെ എടുത്തു മാറ്റി. അവന്റെ ആ പ്രവൃത്തിയിൽ അവളും ഒരു വേള അവനെ നോക്കി നിന്നുപോയി. കൈപൊട്ടിയല്ലോ, നന്നായി കഴുകി വൃത്തിയായ ശേഷം മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അല്പെടുത്ത് പുരട്ട്. അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാ വേഗത്തിൽ തിരിഞ്ഞോടി. ദേ വീണ്ടും ഓടുന്നു ഈ പെണ്ണ്. നാഥും ചിരിച്ചുപോയി. അവന്റെ ആ ചിരിയിലും പറച്ചിലും ഭദ്രയുടെ ചൊടികളും ഒന്ന് വിടർന്നിരുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭദ്രയിൽ വല്ലാത്തൊരു തരം വെപ്രാളമായിരുന്നു. ആ കണ്ണുകൾ അവിടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. രാത്രിയിൽ ജനൽ തുറന്നിട്ടതും ചെറുകാറ്റിലൂടെ അകത്തേക്ക് അരിച്ചു കയറുന്ന മുല്ലപ്പൂവാസനയിൽ ഭദ്ര മതിമറന്നങ്ങനെ കിടന്നു. ഒപ്പം അവന്റെ ആ നോട്ടവും ശബ്ദവുമെല്ലാം ഒരോർമ്മയിലെന്ന പോലെ അവളെ വശം കെടുത്തി. അപ്പോഴും അവളിൽ നേർത്തൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതും കൂമന്റെ മുകളിലും നായയുടെ ഊരിടലും കൂടാതെ തറവാട്ടിൽ അടിക്കടി കേൾക്കാറുള്ള അവ്യക്തമായ നിലവിളി ശബ്ദവും കേൾക്കെ ഭദ്ര ഒരു പിടപ്പോടെ ജനലടച്ച് കുറ്റിയിട്ടു. നാദിനും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുവളുടെ ഇളം കാപ്പി കണ്ണുകൾ തന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി വീർപ്പ് മുട്ടിക്കും പോലെ. ഇതുപോലൊരുവളെ താൻ ഒരിടത്തും കണ്ടിട്ടില്ല. സുഖമുള്ളൊരു നോവറിയവേ അവന്റെ വലത് കൈ ഇടനെഞ്ചിൽ അമർന്നു. പിറ്റേ ദിവസം അടുക്കളയിൽ തിരക്കിട്ട് പണിയുന്ന തുളസിയെയും കൽപ്പനയും കണ്ടാണ് ഭദ്ര താഴേക്ക് വരുന്നത്. ഒന്നും മനസ്സിലാവാതെ അവൾ പോയി സരോജിനിക്കടുത്തേക്കിരുന്നു. അമ്മ, എന്താ വിശേഷം? സരോജിനിയോട് ഭദ്ര ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞ കൽപ്പനയാണ്. നീ വേഗം പോയി കുളിച്ച് വസ്ത്രം മാറാൻ നോക്ക് ഭദ്രേ. എൻ്റെ ആങ്ങളെയും പെണ്ണൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രേമമാഷിനെ അയാളുടെ കൂട്ടുകാരന്മാരെയും ശശിയേട്ടൻ അമ്പലത്തിൽ വെച്ച് കണ്ടു. അവരിവിടേക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട് ശശിയേട്ടൻ. ഭദ്രയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. അവൾ ധൃതിയിൽ ഗോവണി കയറി ഓടുന്നു. തെല്ലൊരു അതിശയത്തിൽ നോക്കി നിന്നു തുളസി. ഇതുവരെ ഉടുക്കാത്ത ധാവണികളിൽ നിന്നൊരെണ്ണ അവൾ കയ്യിലെടുത്തു. കറുപ്പിൽ ചുമന്ന കരയുള്ള ഉടുപ്പും പാവാടയും കറുത്ത ഷോളും അവൾ തന്റെ മാറോട് ചേർത്തു പിടിച്ച് തന്റെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കി നിന്നു. തയ്യൽ പഠിക്കുന്ന സമയത്ത് താൻ സ്വയം തുന്നിയതാണ് ഈ ധാവണി. ശശിധര, അന്യപുരുഷന്മാരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് നോക്കിയും കണ്ടും വേണം. പ്രായമുള്ളൊരു പെണ്ണുള്ള വീടായത്, അത് മറക്കേണ്ട നീയ്. പിന്നെ ഭദ്രക്ക് ആലോചനകൾ വരുന്ന സമയ 18 തികഞ്ഞാ കെട്ട് ഉടനെ നടത്തണം. 19 പിന്നെ ദോഷങ്ങളോട് ദോഷങ്ങളാന്നാ വല്യംപൂരി പറഞ്ഞിരിക്കണേ. അദ്ദേഹവും മകൻ അനിരുദ്ധൻ ഒരു സത്രണം വരെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഭാർഗവൻ നായർ പറഞ്ഞതിന് മറുപടിയായി ബഹുമാനത്തോടെ ശശിധരൻ ശബ്ദിച്ചു. എങ്കിലും അയാളുടെ മനസ്സിൽ മുഴുവൻ ഭാർഗവൻ നായരോടുള്ള വെറുപ്പായിരുന്നു. അടുക്കള പണികൾ വേഗത്തിൽ തീർത്ത ശേഷം കൽപ്പന പൊന്നാങ്ങളെ കാത്ത് ശാരുവടിയിൽ ഇരിപ്പുറപ്പിച്ചു. ഒപ്പം ശശിധരന്റെ മകൻ മുകുന്ദനുമുണ്ട്. നാത്തു വന്നില്ലേ ദത്തേട്ടാ? മുറ്റത്തുനിന്ന് ഉമ്മറത്തേക്കടം ദത്തിനെ നോക്കി കൽപ്പന ചോദിച്ചു. ആ മച്ചിയെ കെട്ടിയൊരുക്കിച്ചു കൊണ്ടുനടക്കാൻ എനിക്കെന്താ തലക്ക് വിളിവില്ലേ? ഇന്നലെ രാത്രി അവൾക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അസത്ത് ചത്ത് തൊലയിട്ടെന്ന് കരുതിയാ തൊഴിച്ചത്. ഈ കൊല്ലം കൂടി നോക്കും. ഇനിയും പെറ്റില്ലെങ്കിൽ അടിച്ചു പുറത്താക്കും ഞാൻ അവളെ. ദത്തന്റെ മട്ടും ഭാവം ദേഷ്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൽപ്പന ചാരുവടിയിലിരുന്നു. ഭദ്ര ഒരു തൂണിന്റെ മറയിൽ മറഞ്ഞെന്ന് പടിപ്പുരയിലേക്ക് കണ്ണു നട്ടു. ഒരുവന്റെ വരവും കാത്ത്. അളിയോ, ആരാ വരാൻ പോകുന്ന കക്ഷികള്? നമ്മുടെ പ്രേമന്റെ ചങ്ങാതിമാരാ, 2 പേരുണ്ട്. അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ. ശശിധരൻ വലിയ താല്പര്യത്തോടെ തന്നെ പറയുന്ന കേട്ടതും ദത്തന്റെ മുഖമിരുണ്ടു. പ്രായപൂർത്തിയാകാറായ ഒരു പെണ്ണുള്ള വീടാ. അളിയനും പെങ്ങളാന്ന് ഓർത്താന്നായിരിക്കും. ദത്തന്റെ വാക്കിൽ കേട്ട് ശശിധരൻ കൽപ്പന ഉറക്കെ ചിരിച്ചു. ആരാ ഈ പറയുന്നെന്ന പോലെ. ശേഷം ശശിധരൻ അകത്തേക്കൊന്ന് പാളി നോക്കി ശബ്ദൽപ്പം താഴ്ത്തി ദത്തനോടായി പതിയെ പറഞ്ഞു. അവൾക്ക് 19 കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ലെന്നാ വല്യംപൂരി പറഞ്ഞേക്കുന്നത്. അതിനു മുമ്പ് ആരുടെയെങ്കിലും കഴുത്തേ തൂങ്ങിപ്പോയ അത്രയും നല്ലത്. ഇന്ന് വരാൻ പോകുന്ന 2 പേരിലൊരുത്തനൊരു അനാഥനാ. നാഥൻ ക്യാമറയും തൂക്കി ഊരുവിറ്റുന്നവൻ. മറ്റവൻ അല്പം കാശൊക്കെ ഉള്ള കൂട്ടത്തിലാ. ബിസിനസ്സുകാരനോ മറ്റോ ആണ്. അവന്റെ കെട്ടും കഴിഞ്ഞതാ. പക്ഷെ മറ്റവൻ, ആ നാഥൻ, അവന്റെ കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഭദ്രയെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട ഊര് തണ്ടാൻ പോകുമ്പോ കൂടെ കൂട്ടിക്കോളും തത്താ. നിനക്കെന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ.
തന്തയുടെ കയ്യും കാലും പിടിച്ച കുറച്ച് സ്വത്തുക്കൾ കയ്യിൽ വന്ന് ചേർന്ന്. ഇനിയുണ്ട് ഈ വലിയ തറവാടും കുറേ സ്വത്തുക്കളും. രണ്ടിൻ്റെയും കാലശേഷം ഭദ്രയുടെ പേരിലേക്ക് മാറ്റാതിരിക്കാൻ തന്തപ്പിടി. അതിനു മുമ്പ് അവളായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഈ കണ്ട സ്വത്തുക്കളൊക്കെ ആർക്കാന്നാ? ഈ എനിക്ക്. ശശിധരൻ പറയുന്ന കേട്ട് ഞെട്ടിയത് മറവിൽ നിന്ന ഭദ്ര തന്നെയാണ്. അളിയോ, അത്രക്ക് അങ്ങ് സ്വപ്നം കാണാൻ വരട്ടെ. ഊര് തിണ്ടി നടന്നവൻ ഭദ്രയും കെട്ടി ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അളിയൻ? പിന്നെ ഈ കണ്ട സ്വത്തുക്കളുടെയൊക്കെ അവകാശി അവനാ. അവൻ. ശശിധരന്റെ മുഖം വാങ്ങി. അന്നേരം ശശിധരൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും മൂവരുടെയും നോട്ടം പടിപ്പുര കടന്ന് കയറി വരുന്ന രാമാനുജനെ തറഞ്ഞു. തോളിലും തലയിലും 2 വലിയ സഞ്ചിയിൽ നിറയെ സാധനങ്ങളുമായി ആരെയും നോക്കാതെ അടുക്കള ഭാഗത്തേക്ക് മുഖം കുറിച്ച് നടന്നു പോകുന്ന രാമാനുജനെ മൂവരും കണ്ണെടുക്കാതെ നോക്കി. കറുത്ത് തടിച്ച് ഉയരം കുറഞ്ഞ ആ മനുഷ്യൻ ഈ തറവാട്ടിലുള്ളവർക്ക് ഒരു അടിമ തന്നെയായിരുന്നു. അളിയ, നമുക്ക് ആ പഴയ പ്ലാൻ മതി. സുന്ദരിയായ ഭദ്രക്കുട്ടിക്ക് തൽക്കാലം വരത്തിനൊന്നും വേണ്ട. ഇവൻ മതി, രാമാനുജൻ. അതാവുമ്പോ നിങ്ങൾക്ക് ഈ സ്വത്തുക്കൾ മൊത്തമായിട്ട് അനുഭവിക്കുകയും ചെയ്യാം. ഈ മണ്ടൻ അടിമയെപ്പോലെ ഈ തറവാട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഭദ്ര, അവൾ ഇങ്ങനെ നമ്മുടെയൊക്കെ കൺവെട്ടത് കൊതി തീരെ കാണാനും കിട്ടും. ഏത്? എന്റെ പൊന്നാങ്ങളെ, ഈ രാമാനുജന തുളസിയുടെ മുറച്ചെറുക്കനാ. പോരാത്തിന് രണ്ടും തമ്മിൽ നല്ല ലോഹിത്തില. ചായ്പിലും കുളപ്പടവിലും കുളിമുറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള രണ്ടിന്റെയും ശൃംഗാരം. കൽപ്പന പറയുന്നിട്ട് തത്വം വീണ്ടും ചിരിച്ചു. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ പെങ്ങളെ. എത്ര തലക്ക് പിടിച്ച പ്രേമായാലും ഭദ്രയെപ്പോലെ ഒരുത്തിയായി കൈവെള്ളയിൽ കിട്ടിയാ പുളിക്കോ? അവൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. പിന്നെ തുളസിയും ഭദ്രയും തമ്മിൽ തീരുമാനിക്കട്ടെ രാമാനുജന്റെ കിടക്ക പങ്കിടുന്ന കണക്കുകൾ. ഒപ്പം ഭദ്രയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ നമ്മളൊക്കെ ഇല്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞതും ഭദ്ര ഒരു ഏങ്ങലോടെ തൂണിൽ ചാരി കണ്ണുകൾ മുറുക്കി അടച്ചു. ആരോ നെഞ്ചിൽ കടാര കുത്തി കയറ്റിയ പോലെ തോന്നിപ്പോയി ഭദ്രയ്ക്ക്. പക്ഷേ മുഖത്ത് ഇടവിട്ട് പതിക്കുന്ന ശ്വാസച്ചൂടിൽ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. തൂണിൽ തന്റെ മുഖത്തിനടുത്തായി കൈകൾ കുത്തി തന്നെ ഉറ്റുനോക്കുന്നവന്റെ കണ്ണിൽ തികഞ്ഞ സംശയഭാവം മാത്രമാണ്. ഞെട്ടിലോടെ ഭദ്ര നാഥിനെ ഉറ്റുനോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.